നമസ്കാരം. വെഞ്ഞാറമൂട് കൊലപാതകത്തിലൊടുവിലെല്ലാം ഷെമി തുറന്നു പറഞ്ഞു. അഫാൻ പോലീസിനോട് പറഞ്ഞതെല്ലാം ശരിയാവുകയാണ്. തന്നെ ആക്രമിച്ചത് മകൻ അഫാൻ തന്നെയാണെന്ന് ഷെമി പറയുമ്പോൾ വെഞ്ഞാറമൂട്ടിലെ കൊലയ്ക്ക് പിന്നിലെ കാരണങ്ങളും വ്യക്തമാവുകയാണ്. ഉമ്മച്ചി എന്നോട് ക്ഷമിക്കണമെന്ന് അഫാൻ പറഞ്ഞു. ക്ഷമിച്ചു മക്കളെ എന്ന് പറഞ്ഞ് തീരുന്നതിന് മുൻപ് അഫാൻ പിന്നിൽ നിന്നും ഷാൾ കൊണ്ട് കഴുത്തു ഞെരിച്ചെന്നാണ് ഷെമി മൊഴി നൽകിയിരിക്കുന്നത്. ഭർത്താവ് അറിയാതെ 35 ലക്ഷം രൂപയുടെ കടമുണ്ട്. 50,000 രൂപ തിരിച്ചു കൊടുക്കേണ്ട ദിവസമാണ് സംഭവം നടന്നത്. പണം ചോദിച്ച് തട്ടത്തുമലയിലെ ബന്ധുവീട്ടിൽ പോയപ്പോൾ അധിക്ഷേപം നേരിട്ടു. ഇത് അഫാന് സഹിക്കാനായില്ലെന്നും ഷെമി പോലീസിനോട് വിശദീകരിച്ചു. ബോധം വന്നപ്പോൾ പോലീസുകാർ ജനൽ തകർക്കുന്നതാണ് കണ്ടതെന്നും അവർ പറഞ്ഞു. കട്ടിൽ നിന്നും വീണാണ് പരിക്കേറ്റതെന്നായിരുന്നു മുമ്പ് ഷെമി പറഞ്ഞിരുന്നത്. അഫാനെ ജയിലിൽ നിന്ന് ഇറക്കണമെന്ന് അവർ കഴിഞ്ഞ ദിവസം അഭ്യർത്ഥിച്ചിരുന്നു. ഞാൻ കട്ടിൽ നിന്ന് വീണതാണ്. എനിക്ക് സംഭവിച്ചതും അതുതന്നെയാണ്. എൻ്റെ ഓർമ്മയിലും അതുതന്നെയാണ്. പോലീസുകാർ 2 തവണ ചോദിച്ചു. എനിക്കന്ന് സ്കൂളിൽ കൊച്ചിനെ വിട്ട കാര്യമൊക്കെ ഓർമ്മയുണ്ട്. അതുതന്നെയാണ് ഞാൻ പറഞ്ഞത്. സാറേ, എൻ്റെ കൊച്ചിനെ ഇറക്കാൻ പറ്റുമോ? എൻ്റെ കൊച്ചിനെ ഇറക്കിത്തരണം. ഇളയവൻ മരിച്ചുപോയി. എനിക്ക് മൂത്ത മകനേ ഉള്ളൂ. അവനെയെങ്കിലും എനിക്ക് ഇറക്കിത്തരണം. അവനെ പ്രതീക്ഷിച്ചാണ് ജീവിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ എന്നെ എന്തെങ്കിലും ചെയ്തേനെ എന്നായിരുന്നു ഷെമിയുടെ മുൻപേയുള്ള ആവശ്യം. എന്നാൽ ഇന്നലെ പോലീസ് മൊഴിയെടുക്കാൻ എത്തിയപ്പോൾ സത്യം തുറന്നു പറയുകയായിരുന്നു. മകന്റെ കുറ്റസമ്മതം അടക്കം തിരിച്ചറിഞ്ഞാണ് ഷെമി ഈ മൊഴി നൽകിയത്. അഫാൻ ആദ്യം തന്റെ കഴുത്തു ഞെരിക്കുകയും പിന്നീട് ചുമരിൽ തലയിടിച്ചുവെന്നും ബോധം വന്നപ്പോൾ മകൻ തന്നെയാണ് ചുറ്റിക കൊണ്ട് തലക്കടിച്ചതെന്നും ഷെമി പോലീസിന് മൊഴി നൽകി. ഭർത്താവ് അറിയാതെ 35 ലക്ഷം രൂപയുടെ സാമ്പത്തിക ബാധ്യതയുണ്ടെന്നും ഷെമിയുടെ മൊഴിയിൽ പറയുന്നുണ്ട്. സംഭവ ദിവസം 50,000 രൂപ കടം തിരികെ നൽകണമായിരുന്നു. തട്ടത്തുമലയിലെ ബന്ധുവീട്ടിൽ ഉൾപ്പെടെ മകനുമായി പോയി. അധിക്ഷേപങ്ങൾ കേട്ടത് മകന് സഹിച്ചില്ല. ഇതിനുശേഷമാണ് അഫാൻ ആക്രമിച്ചത്. മക്കളുമൊത്ത് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. യൂട്യൂബിൽ ഇളയ മകനെ കൊണ്ടതിനായി പലതും സെർച്ച് ചെയ്യിപ്പിച്ചുവെന്നും ഷെമി മൊഴി നൽകി. ആത്മഹത്യ തീരുമാനം ഉൾപ്പെടെ പോലീസിനോട് അഫാൻ വിശദീകരിച്ചിരുന്നു. ഇതെല്ലാം ഷെമിയും സ്ഥിരീകരിക്കുകയാണ്. കിളിമാനൂർ CI മൊഴി രേഖപ്പെടുത്തിയപ്പോഴായിരുന്നു ഷെമി സത്യം പറഞ്ഞത്. കട്ടിൽ നിന്ന് വീണതാണെന്നായിരുന്നു ഇതുവരെയും ഷെമി പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ വൈകിട്ടോടെ മൊഴി മാറ്റി പറയുകയായിരുന്നു. ഇന്നലെ വൈകുന്നേരം വിശദമായി ചോദ്യം ചെയ്യുന്നതിനിടെയാണ് ഷെമി നിർണായക മൊഴി നൽകിയത്. 3 കേസുകളായിട്ടാണ് വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം പോലീസ് അന്വേഷിക്കുന്നത്. കേസിൽ പ്രതി അഫാനുമായുള്ള 3ാം ഘട്ട തെളിവെടുപ്പും പൂർത്തിയായിട്ടുണ്ട്. സഹോദരൻ അഹ്സാന്റെയും പെൺസുഹൃത്ത് ഫർസാനയുടെയും കൊലക്കേസുകളിലാണ് പെരുമലയിലെ വീടടക്കം 7 ഇടങ്ങളിൽ തെളിവെടുപ്പ് നടത്തിയത്. കൊലപാതക രീതികൾ അഫാൻ പോലീസിനോട് വിശദീകരിച്ചു നൽകി. അനുജൻ, കാമുകി, മുത്തശ്ശി, പിതൃ സഹോദരൻ, അദ്ദേഹത്തിന്റെ ഭാര്യ എന്നിവരെയാണ് അഫാൻ കൊലപ്പെടുത്തിയത്. അഫാന്റെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ട ഏക വ്യക്തിയാണ് ഷെമി. അതിനാൽ തന്നെ കേസിൽ അവരുടെ മൊഴിയും നിർണായകമാണ്. 3ാം ഘട്ട തെളിവെടുപ്പിനിടെ പ്രതി അഫാനും പിതാവ് റഹീമും മുഖാമുഖം വരികയും ചെയ്തു. വെഞ്ഞാറമൂട് ജംഗ്ഷനിൽ വെച്ചായിരുന്നു ആകസ്മികമായ കൂടിക്കാഴ്ച. വെഞ്ഞാറമൂട് ജംഗ്ഷനിൽ റോഡ് മുറിച്ച് നടക്കുന്നതിനിടെയാണ് അഫാനെയും കൊണ്ടുള്ള പോലീസ് വണ്ടി ചീറിപ്പാഞ്ഞു വന്നത്. കാൽനട യാത്രക്കാർക്ക് വേണ്ടി വണ്ടി അല്പനേരം നിർത്തി. റഹീം നോക്കിയപ്പോൾ വാഹനത്തിൽ അഫാൻ. അപ്പോൾ തന്നെ മുഖം തിരിച്ച് റഹീം നടന്നു. മകനെ കാണേണ്ടെന്ന് റഹീം പറഞ്ഞു. തന്റെ ജീവിതത്തിൽ അഫാൻ ഉണ്ടാക്കിയ നഷ്ടവും ദുരിതവും അത്ര വലുതാണെന്നും അതിനാൽ ഒരിക്കലും കാണാൻ ശ്രമിക്കില്ലെന്നായിരുന്നു റഹീമിന്റെ വാക്കുകൾ.